ഹായ് ഫ്രണ്ട്സ്, സോൾ ഓഫ് എക്കണോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്നതിനെക്കുറിച്ചാണ്. ഇൻ എക്കണോമിക്സ്, ദ യൂട്ടിലിറ്റി ഫംഗ്ഷൻ മെഷേഴ്സ് ദ വെൽഫെയർ ഓർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് എ കൺസ്യൂമർ ആസ് എ ഫംഗ്ഷൻ ഓഫ് ദ കൺസംഷൻ ഓഫ് റിയൽ ഗുഡ്സ് സച്ച് ആസ് ഫുഡ് ഓർ ക്ലോത്തിങ്. എക്കണോമിക്സിൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൺസ്യൂമറിൻ്റെ സംതൃപ്തി അല്ലെങ്കിൽ വെൽഫെയർ എന്ന് പറയുന്നത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ഒരാളുടെ വെൽഫെയർ എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്ത് വരുന്നത് അവർ റിയൽ ഗുഡ്സ് ആയിട്ടുള്ള ഫുഡോ അതുപോലെ തന്നെ വസ്ത്രങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിക്ക് സാധാരണയായിട്ട് വെൽഫെയർ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനൊക്കെ ഉപഭോഗത്തിലൂടെ ഉണ്ടാവുന്നത്. യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ റാഷണൽ ചോയ്സ് തിയറി ടു അനലൈസ് ഹ്യൂമൻ ബിഹേവിയർ. സാധാരണയായിട്ട് യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് റാഷണൽ ചോയ്സ് തിയറിയിലാണ് ഉപയോഗിക്കാറുള്ളത്. മനുഷ്യരുടെ ബിഹേവിയർ, ഹ്യൂമൻ ബിഹേവിയറിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും യൂട്ടിലിറ്റി ഫംഗ്ഷനിൽ പ്രധാനമായിട്ടും ഓർത്ത് വെക്കേണ്ട ഒന്നാണ് ഓർഡിനൽ യൂട്ടിലിറ്റി, കാർഡിനൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി. എന്താണ് ഓർഡിനൽ യൂട്ടിലിറ്റി? When economists measure or rank the preference of the consumer, it is preferred to as ordinal utility. ഇപ്പോൾ ഒരു എക്കണോമിസ്റ്റ് മെഷർ ചെയ്യുക അല്ലെങ്കിൽ ഒരാളെ പ്രിഫറൻസ് ഒരു കൺസ്യൂമറിൻ്റെ പ്രിഫറൻസ് എന്ന് പറയുന്നത് റാങ്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. In other words, the order in which the consumer choose one product over another can establish the consumers as in a higher വാല്യൂ ടു ദ ചോസൺ പ്രൊഡക്റ്റ്. അതായത് ഇപ്പോൾ വേറെ രീതി പറയുകയാണെങ്കിൽ ഒരു കൺസ്യൂമർ ഒരു പ്രൊഡക്റ്റിനെ മറ്റൊരു പ്രൊഡക്റ്റിന് മുകളിലായിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് ആ ചൂസ് ചെയ്ത പ്രൊഡക്റ്റിന് ഒരു ഹയർ വാല്യൂ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു കൺസ്യൂമറിന് ഇപ്പോൾ 2 പ്രൊഡക്റ്റാണുള്ളത്. ഇപ്പോൾ എയും ബിയും ആണ് 2 പ്രൊഡക്റ്റ് എന്ന് വിചാരിക്കുക. ആ കൺസ്യൂമർ ബീനെ ചൂസ് ചെയ്യാതെ എനെ ആണ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിനേക്കാളും ഒരു ഹയർ വാല്യൂ എന്ന് പറയുന്നത് ഈ എ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിനുണ്ട്. ഓർഡിനൽ യൂട്ടിലിറ്റി മെഷേഴ്സ് ഹൗ കൺസ്യൂമർ റാങ്ക് പ്രൊഡക്ട്സ് ബട്ട് ഇറ്റ് ഡസ് നോട്ട് മെഷർ ഹൗ മച്ച് മോർ വൺ റാങ്ക് എബോവ് ദ അതർ. ഇപ്പോൾ ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്നത് കൺസ്യൂമർ എങ്ങനെയാണ് പ്രൊഡക്റ്റിന് റാങ്ക് ചെയ്യുന്നതെന്ന് മാത്രമാണ്. പക്ഷെ അതെന്ന് പറഞ്ഞാൽ എങ്ങനെ കൂടുതൽ ഒരു റാങ്ക് എന്ന് പറയുന്നത് മോർ വൺ റാങ്ക് എബോവ് ദ അതർ, എത്രത്തോളം ആ റാങ്ക് എന്ന് പറയുന്നത് ഒന്നിൻ്റെ മുകളിൽ വരുന്ന മെഷർ ചെയ്യുന്നില്ല. അപ്പോൾ ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു കൺസ്യൂമർ റാങ്ക് ചെയ്യുന്നതിനെയാണ്, അവരുടെ പ്രിഫറൻസിനെ റാങ്ക് ചെയ്യുന്നതിനെയാണ് ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്താണ് കാർഡിനൽ യൂട്ടിലിറ്റി. മെയിൻലി യൂസ്ഡ് ഇൻ മൈക്രോ എക്കണോമിക്സ്, കാർഡിനൽ യൂട്ടിലിറ്റി അസൈൻസ് എ ന്യൂമറിക് value to the consumer's preference, indicating the degree to which one choice ranks above another. ഇപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് കാർഡിനൽ യൂട്ടിലിറ്റിയിൽ ഒരു വ്യക്തി ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ അതിന് ഒരു ന്യൂമറിക് വാല്യൂ എന്ന് പറയുന്നത് അസൈൻ ചെയ്ത് കൊടുക്കും. അതിപ്പോൾ റാങ്ക് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ എയും ബിയും ആണെങ്കിൽ ഇപ്പോൾ എക്ക് എന്ന് പറയുന്നത് 1 നമ്പർ കൊടുക്കുന്നതിൽ ബിക്ക് എന്ന് പറയുന്നത് 2 ആയിരിക്കും കൊടുക്കുക. അങ്ങനെ ഒരു ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് അസൈൻ ചെയ്ത് കൊടുക്കും. കാർഡിനൽ യൂട്ടിലിറ്റി വിൽ ഡിഫൈൻ ഹൗ മച്ച് മോർ എ കണ്ടസ്റ്റൻറ്റ് എ വാസ് പ്രിഫേർഡ് ഓവർ കണ്ടസ്റ്റൻറ്റ് ബി ആൻഡ് സി ആൻഡ് സോ ഓൺ. ഇപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇപ്പോൾ ഒരു കണ്ടസ്റ്റൻറ്റ് എ എന്ന് പറയുന്നത് മറ്റ് കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ബിയിനേക്കാളും സിനേക്കാളും എത്രത്തോളം പ്രിഫറബിൾ ആണെന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടസ്റ്റൻറ്റ് എക്ക് എന്ന് പറയുന്നത് ഒരു 1ാമത്തെ റാങ്കാണ് കൊടുക്കുന്നതെങ്കിൽ കണ്ടസ്റ്റൻറ്റ് ബിക്ക് എന്ന് പറയുന്നത് 2ഉം അതുപോലെ തന്നെ കണ്ടസ്റ്റൻറ്റ് ബിക്ക് എന്ന് പറയുന്നത് 3ആണ് റാങ്ക് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എ എന്ന് പറയുന്നതിനാണ് അവിടെ ഹയർ റാങ്ക് ഉള്ളതും അത് എത്രത്തോളം പ്രിഫറബിൾ ആണെന്നും നമുക്ക് ഈ കാർഡിനൽ യൂട്ടിലിറ്റിയിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്തതാണ് മാർജിനൽ യൂട്ടിലിറ്റി. When considering utility, it is important to understand the concept of total utility and marginal utility. ഇപ്പോൾ നമ്മൾ യൂട്ടിലിറ്റീനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ടോട്ടൽ യൂട്ടിലിറ്റി എന്താണെന്നും അതുപോലെ തന്നെ മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. മാർജിനൽ യൂട്ടിലിറ്റി മെഷേഴ്സ് ദ satisfaction or benefits a person get from consuming an additional unit of a product or services.
ഒരു അഡീഷണൽ യൂണിറ്റ്, ഒരു പ്രൊഡക്റ്റിൻ്റെയോ ഒരു സർവീസിൻ്റെയോ ഒരു അഡീഷണൽ യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന അഡീഷണൽ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷനെയാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അഡീഷണൽ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷനാണ് മാർജിനൽ യൂട്ടിലിറ്റി. ഇപ്പോൾ നമ്മൾ എ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചു എന്ന് വിചാരിക്കുക. ഇപ്പോൾ അതിന് അഡീഷനായിട്ട് നമ്മളിപ്പോൾ A1 എന്ന് പറഞ്ഞിട്ടൊരു സർവീസോ ഒരു പ്രൊഡക്റ്റോ നമ്മൾ കൺസ്യൂം ചെയ്തു എന്ന് വിചാരിക്കുക. അതിന് അഡീഷനായിട്ട് നമുക്കൊരു ഒരു പ്രൊഡക്റ്റോ സർവീസോ നമുക്ക് അഡീഷനായിട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ആ ഒരു അഡീഷണൽ സാറ്റിസ്ഫാക്ഷനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർജിനൽ യൂട്ടിലിറ്റി ഉപയോഗിക്കുന്നത്. ടോട്ടൽ യൂട്ടിലിറ്റി മെഷേഴ്സ് ദ സാറ്റിസ്ഫാക്ഷൻ ഓർ ബെനിഫിറ്റ് എ പേഴ്സൺ ഗെറ്റ് ഫ്രം ദ ടോട്ടൽ കൺസംഷൻ. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ മൊത്തം ഉപയോഗത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റീനെയാണ് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. എന്നാൽ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെയോ ഒരു സർവീസസിൻ്റെയോ ഒരു അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റിനെയാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ടോട്ടൽ യൂട്ടിലിറ്റിയിൽ നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നതും ഇൻക്ലൂഡഡ് ആണ്. ഒരു പ്രൊഡക്റ്റിൻ്റെ സർവീസസിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നതും കൂടെ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ ഇൻക്ലൂഡഡ് ആണ്. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ മൊത്തത്തിലുള്ള ഇതിനെയാണ് നമ്മൾ അളക്കുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു അഡീഷണൽ യൂണിറ്റിനെ മാത്രമാണ് നമ്മൾ ഇതാക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു നോട്ട് ബുക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ മാർജിനിട്ട് തിരിക്കാറുണ്ട്. അപ്പോൾ ആ മാർജിനിട്ട ഭാഗം മാത്രമാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വിചാരിക്കുക. എന്നാൽ ആ മാർജിൻ ഉൾപ്പെടുന്ന മൊത്തത്തിലുള്ളതിനെയാണ് നമ്മളൊരു പേജായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. Utility functions are expressed as a function of the quantities of a bundle of goods or services. It is often denoted as utility of x1, x2, x3, etc. xn ആണ് xn. അപ്പോൾ യൂട്ടിലിറ്റി ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എക്സ്പ്രസ് ചെയ്യുന്നത് ബണ്ടിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഒരു ഫങ്ഷനായിട്ടാണ്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് u of x1, utility of x1, x2, x3, etc. xn. A utility function that describes a preference for one bundle of goods xa versus another bundle of goods xb is expressed as utility of xa xb. അപ്പോൾ ഒരു യൂട്ടിലിറ്റി ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു ബണ്ടിൽ ഓഫ് ഗുഡ്സിൻ്റെ പ്രിഫറൻസിനെയാണ് മറ്റ് ബണ്ടിൽ ഓഫ് ഗുഡ്സിൻ്റെ പ്രിഫറൻസിനെ വെച്ചിട്ട് ഒരു ബണ്ടിൽ ഓഫ് ഗുഡ്സിൻ്റെ പ്രിഫറൻസ് മാത്രമാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ യൂട്ടിലിറ്റി ഓഫ് അതുപോലെ തന്നെ XB ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ വേർ ദെയർ ആർ പെർഫെക്റ്റ് കോംപ്ലിമെൻറ്റ്സ് ദ യൂട്ടിലിറ്റി ഫങ്ഷൻ ഈസ് റിട്ടേൺ ആസ് യൂട്ടിലിറ്റി ഓഫ് XA XB ഈസ് ഈക്വൽ ടു മീൻ XA XB. ഇപ്പം നമ്മൾ ഒരു പെർഫെക്റ്റ് കോംപ്ലിമെൻറ്റ്സ്, നമുക്കറിയാം കോംപ്ലിമെൻ്റ് ഗുഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗുഡ്സ് ആ ഒരു ഗുഡ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് തനിച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതിൻ്റെ കോംപ്ലിമെൻറ്റ്സ് ആയിട്ടുള്ള സാധനം ഇല്ലെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറും പെട്രോളും. ഇപ്പോൾ പെട്രോൾ ഇല്ലെങ്കിൽ നമുക്ക് കാർ ഉപയോഗിക്കാൻ ആയിട്ട് കഴിയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ബ്രെഡ് ജാം എന്നൊക്കെ പറയില്ല, അതിനാണ് നമ്മൾ കോംപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പെർഫെക്റ്റ് കോംപ്ലിമെൻറ്റ്സ് ആണെങ്കിൽ യൂട്ടിലിറ്റി ഫങ്ഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലായിരിക്കും. വേർ ദ സ്മോളർ ഓഫ് ദ ടു ഈസ് അസൈൻ ടു ദ ഫങ്ഷൻസ് വാല്യൂ. അപ്പോൾ അവിടെ ഈ രണ്ടിന് സ്മോളർ ഓഫ് ദ ടു ഈസ് അസൈൻ ദ ഫങ്ഷൻസ് വാല്യൂ. ഫങ്ഷൻസിൻ്റെ വാല്യൂ ആയിട്ട് കൊടുത്തിരിക്കുന്നത് സ്മോളർ ഓഫ് ദ ടു ആയിരിക്കും കൊടുക്കുക. ഇനി അഡീഷണൽ ആയിട്ട് പറയുകയാണ്, യൂട്ടിലിറ്റി ഡിസ്ക്രൈബ്സ് ദ ബെനിഫിറ്റ് ഓർ സാറ്റിസ്ഫാക്ഷൻ റിസീവ്ഡ് ഫ്രം ദ കൺസ്യൂമിങ് എ ഗുഡ്സ് ഓർ സർവീസസ്. ദ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഇൻ എക്കണോമിക്സ് യൂസ്ഡ് ടു ഗേജ് ദ സാറ്റിസ്ഫാക്ഷൻ ഈസ് കോൾഡ് യൂട്ടിൽ. അതായത് ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെ എക്കണോമിക്സിൽ യൂട്ടിൽ എന്നാണ് വിളിക്കുന്നത്.
യൂട്ടിലിറ്റി ഫംഗ്ഷൻ മെഷേഴ്സ് ദ കൺസ്യൂമേഴ്സ് പ്രിഫറൻസ് ഫോർ എ ബണ്ടിൽസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്നത് കൺസ്യൂമർ പ്രിഫറൻസ് ആണ് ഒരു ബണ്ടിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ. ഓർഡിനൽ യൂട്ടിലിറ്റി റാങ്ക്സ് എ കൺസ്യൂമേഴ്സ് ചോയ്സ് ബൈ പ്രിഫറൻസ്. ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കൺസ്യൂമറിൻ്റെ പ്രിഫറൻസിനെ റാങ്ക്സ് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ റാങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാർഡിനൽ യൂട്ടിലിറ്റി അസൈൻസ് എ ന്യൂമറിക്കൽ വാല്യൂ ടു ഈച്ച് പ്രിഫറൻസ് ടു ഡിറ്റർമൈൻ ഹൗ മച്ച് മോർ വൺ ഗുഡ് ഈസ് പ്രിഫേർഡ് ഓവർ അനദർ. അപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി ആണെങ്കിൽ എന്താ, ഒരു ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് ഓരോ പ്രിഫറൻസിനും അസൈൻ ചെയ്ത് കൊടുത്തുകൊണ്ട് അത് ഒരു ഗുഡിനേക്കാളും ഇപ്പോൾ ഗുഡ് എ എന്ന് പറയുന്നത് ഗുഡ് ബിയിനേക്കാളും എത്രത്തോളം പ്രിഫറബിൾ ആണെന്ന് കാണിച്ചു തരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ യൂട്ടിലിറ്റീൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കിയത്. അപ്പോൾ എന്താണ് യൂട്ടിലിറ്റി നോക്കി, മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്, കാർഡിനൽ യൂട്ടിലിറ്റി എന്താണ്, ഓർഡിനൽ യൂട്ടിലിറ്റി എന്താണെന്ന്, അതുപോലെ തന്നെ യൂട്ടിലിറ്റി എന്ന് പറയുന്ന എക്സ്പ്രസ് ചെയ്യുന്ന ഫങ്ഷൻസ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം കൺസ്യൂമറിൻ്റെ ഒരു ബിഹേവിയറിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത്. പിന്നെ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൻ്റെ ഒരു അസംഷൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ റാഷണാലിറ്റി ഓഫ് കൺസ്യൂമറും കാർഡിനൽ മെഷർമെൻറ്റ് ഓഫ് യൂട്ടിലിറ്റിയും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഓഫ് യൂട്ടിൽസ്, പിന്നെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണീൻ്റെ ഒരു കോൺസ്റ്റൻസി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് യൂട്ടിലിറ്റിയുടെ ഭാഗത്ത് വരുന്നത്. Thank you.